തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മസാല ബോണ്ടിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മസാല ബോണ്ടിലൂടെയുള്ള പണം വികസനത്തിനായി ഉപയോഗപ്പെടുത്തി സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് സർക്കാർ. വികസന കാഴ്ചപ്പാടിലൂന്നിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് മസാല ബോണ്ടിൽ നോട്ടീസുമായി ഇ.ഡി. രംഗപ്രവേശനം ചെയ്യുന്നത്. സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ടവരെ അടക്കം ഉൾപ്പെടുത്തി 10 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തോടെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഈ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയെന്ന ഗൂഢലക്ഷ്യവുമായാണ് മസാല ബോണ്ടെന്ന ആരോപണവുമായി ഇ.ഡി. എത്തുന്നത്. എന്നാൽ വസ്തുതകൾ നിരത്തി പ്രതിപക്ഷാനുകൂല മാധ്യമ ആരോപണങ്ങളുടെ മുനയൊടിക്കുകയാണ് സർക്കാർ. മസാല ബോണ്ടുകൾ എന്തെല്ലാം പദ്ധതികൾക്കായി വിനിയോഗിച്ചതെന്ന കണക്ക് സർക്കാർ കൃത്യമായി പുറത്തുവിട്ടിരുന്നു. 2016 അധികാരമേറ്റത് മുതൽ പിണറായി വിജയൻ സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബിയെ ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തെ ലോകോത്തര മാതൃകയിലേക്ക് വാർത്തെടുത്തു. 90,562 കോടി രൂപയിലൂടെ 1,190 പദ്ധതികളും അതിലേറെ ഉപപദ്ധതികളും സാധ്യമാക്കി. മസാല ബോണ്ട് വഴി 2,150 കോടി രൂപ 2019 മാർച്ചിലാണ് സ്വരൂപിച്ചത്. ഇത് പൂർണ്ണമായും ചെലവാക്കുകയും പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു. 6 വർഷത്തിനു ശേഷമാണ് ഇ.ഡി. വീണ്ടും നോട്ടീസുമായി എത്തുന്നത്. ഇന്ത്യയിൽ രൂപയിൽ തന്നെ ഇറക്കുന്ന കടപ്പത്രങ്ങളാണ് മസാല ബോണ്ടുകൾ. ഈ ബോണ്ടുകൾ വികസന മൂലധന പദ്ധതികൾക്കായി തന്നെ വിനിയോഗിക്കണം. സ്ഥലം വാങ്ങുക, ഓഹരി വാങ്ങുക തുടങ്ങിയ ഇടപാടുകൾക്കായി വിനിയോഗിക്കാനാകില്ല. നിലവിൽ മസാല ബോണ്ട് പണം വികസന പ്രോജക്റ്റുകൾക്ക് ഭൂമി വാങ്ങാനായി ചെലവഴിച്ചെന്ന ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത്. 2019 മാർച്ചിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച 2,150 കോടി രൂപയിൽ നിന്ന് 466.92 കോടി രൂപ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഭൂമി വാങ്ങിയത് അതിഗുരുതര കുറ്റമാണെന്നും പറയുന്നു. വികസന പദ്ധതികൾക്കായി ഭൂമി വാങ്ങാൻ വിനിയോഗിച്ചു എന്നാണ് ഇ.ഡിയുടെ നോട്ടീസ്. 18 വ്യത്യസ്ത മേഖലകളിൽ 339 പദ്ധതികൾക്കായിട്ടാണ് പണം ചെലവഴിച്ചത്. ഇതിൽ 466 കോടി രൂപ വിവിധ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് വിനിയോഗിച്ചത്. ഭൂമി ഏറ്റെടുക്കലും ഭൂമി വാങ്ങലും 2 വ്യത്യസ്ത നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കൂടാതെ വാങ്ങിയ ഭൂമി എന്തുതരം ആവശ്യത്തിനും ഉപയോഗപ്പെടുത്താം. എന്നാൽ ഏറ്റെടുത്ത ഭൂമി എന്താവശ്യത്തിനാണോ ഏറ്റെടുത്തത് അതിനായി മാത്രമേ വിനിയോഗിക്കാനാകൂ. ഭൂമി വാങ്ങിയത് ഫെമ നിയമപ്രകാരം തെറ്റാണെന്നാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. ഫെമ നിയമത്തിൽ വിദേശ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഊഹക്കച്ചവടം തടയാനാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഏറ്റെടുത്ത ഭൂമി വാങ്ങിയതാണെന്ന നിലനിൽക്കാത്ത വാദമുയർത്തിപ്പിടിച്ചാണ് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഇ.ഡി ഇറങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.